ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മാങ്ങ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. കുറേ നാളായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് അച്ചൂസ് എന്ന അക്കൗണ്ടിൽ നിന്നും. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അല്ലേ, എല്ലാവരുടെയും മാവൊക്കെ പൂത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെയും ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാങ്ങ ചമ്മന്തി വെക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മാങ്ങ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് ആദ്യം തന്നെ ചെടിച്ചട്ടിയിൽ ഒരു 6-7 വറ്റൽ മുളകൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മാങ്ങയുടെ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് പുളിക്കനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം പുളി വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ബാക്കി വന്നിട്ടുണ്ട് ഈ ചീനിച്ചട്ടിയിൽ. അപ്പോൾ അത് വീണ്ടും എടുത്ത് വെക്കാറില്ല. അപ്പം തന്നെ മുളക് കൊണ്ടാട്ടോ അല്ലെങ്കിൽ കയ്പ കൊണ്ടാട്ടോ ഒന്ന് വറുത്തവിടെ വെക്കും. അപ്പം പിന്നെ നമുക്കത് പിന്നെ കളയാം. ഇത് യൂസ് ചെയ്ത വെളിച്ചെണ്ണ നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അരപ്പിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ വറ്റൽമുളക്, ഒരു കഷ്ണം മാങ്ങ, പിന്നെ 4-5 ചെറിയുള്ളിയും. ഇനിയിപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരപ്പ് നല്ലോണം ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ലേ. ഇത്തിരി പോലും വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോയേ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ല. കറിവേപ്പില തൈയൊക്കെ മോശമായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടില്ലേ നമ്മുടെ വിത്തൊക്കെ പാകിയത്, അതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നട്ട് ഉഷാറാക്കി എടുക്കാനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മാങ്ങ ചമ്മന്തി നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഈ ഒരു ചമ്മന്തി ആർക്കെങ്കിലും പല ടൈപ്പ് ചമ്മന്തി ഉണ്ടാവുമല്ലോ, നമുക്കറിയാലോ. നമ്മുടെ കേരളക്കാർക്ക് അറിയാത്ത ചമ്മന്തി കൂട്ടില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ചമ്മന്തി അരച്ചിട്ട് നന്നാവാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കാര്യം പരീക്ഷിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില ഇടാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ലഞ്ച് മെനു എന്ന് പറയുന്നത് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. നല്ല വലിയ ചെമ്മീനാണ്. നമ്മൾ വാങ്ങിക്കാൻ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. 1000 ഒക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. കിലോന് 400 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ 1/2 കിലോ വാങ്ങിച്ചു. അപ്പോൾ നല്ല വലിയ ചെമ്മീനാണ്. ഇത് ഈർക്കിൽ വെച്ചിട്ട് ചെയ്താൽ നന്നായിരിക്കും. ഊണ് വിളമ്പാണ് ചോറും ഈ ചെമ്മീൻ പൊരിച്ചതും മാങ്ങ ചമ്മന്തിയും പിന്നെ മീൻകറിയും. കൊയല മീനാണ് മീൻകറി വെച്ചത്. നമ്മുടെ വടകര സ്റ്റൈലിലാണ് മീൻകറി വെച്ചത്. പിന്നെ നമ്മുടെ മെയിൻ താരം മാങ്ങ ചമ്മന്തി. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും പിന്നെ ഇങ്ങനെ ഒരു കറി വെക്കുമ്പോൾ നമുക്ക് വേറെ രാത്രിയൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കിയാൽ അതിനൊക്കെ കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതങ്ങ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം.